എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്? അമീബ ഒരു ഏകകോശ ജീവിയാണ്, നമ്മൾ പ്രോട്ടോസോവ എന്ന് പറയും. ഈ അമീബ മൂലമുള്ള ഇൻഫെക്ഷൻ മൂലം തലച്ചോറിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനും വീക്കത്തിനുമാണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ അമീബ കാണപ്പെടുന്നത് വാമായിട്ടുള്ള ക്ലൈമറ്റ്സിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. അതായത് ഫ്രഷ് വാട്ടർ ലേക്സ്, പോൺസ്, സ്വിമ്മിംഗ് പൂൾസ്, കിണറുകൾ എന്നിവയിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാം. ഈ അമീബ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്? നമ്മുടെ മൂക്കുകളിലേക്ക് വെള്ളം എത്തുമ്പോൾ ആ വെള്ളത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? തീവ്രമായ പനി, തീവ്രമായ തലവേദന, ഓക്കാനം, ഛർദി എന്നിവയിൽ തുടങ്ങുകയും വളരെ വേഗം പുരോഗമിച്ച് സീഷേഴ്സ് അഥവാ ജന്നി, ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ് അഥവാ തലകാല ബോധമില്ലായ്മ, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, തല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നെക്ക് സ്റ്റിഫ്നെസ്, പിന്നെ കോമ എന്നീ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ രോഗത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്? വരാൻ വളരെയധികം സാധ്യത കുറവാണെങ്കിലും വന്നു കഴിഞ്ഞാൽ മരണസാധ്യത വളരെയധികം ഹൈ ആയിട്ടുള്ള രോഗമാണിത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ രോഗത്തിൻ്റെ എണ്ണം കൂടി വരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായി നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലെ തന്നെ കുളിക്കാനും കളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ തല മുങ്ങാതെ ശ്രദ്ധിക്കുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വിമ്മിംഗ് പൂൾസിൽ നമ്മൾ ഇറങ്ങുമ്പോൾ പൂൾസ് അഡിക്വേറ്റ്ലി ക്ലോറിനേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ പൂൾസിൽ ഇറങ്ങുമ്പോഴായി തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോഴായി നമുക്ക് നേസൽ പ്ലഗ്സ് അല്ലെങ്കിൽ നേസൽ ക്ലിപ്സ് മൂക്കിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ ഉപയോഗിക്കാം. നാലാമതായി നമ്മൾ മൂക്ക് കഴുകുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടർ എന്നിവ ഉപയോഗിക്കാം. സ്റ്റെറൈൽ വാട്ടർ എന്നിവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ടാപ്പ് വാട്ടറിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ മൂക്ക് കഴുകാതിരിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കടുത്ത തലവേദനയും ഓക്കാനവും ഛർദിയുമായി നിങ്ങൾ ഡോക്ടറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയോ അതിന് മുന്നോ എപ്പോഴെങ്കിലോ ഇതുപോലത്തെ ജലാശയങ്ങളിലോ സ്വിമ്മിംഗ് പൂളുകളിലോ പോയിട്ടുണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറിനോട് സൂചിപ്പിക്കാൻ ശ്രദ്ധിക്കുക.